ഏത് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴും അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നിയമ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന വിശേഷണമുണ്ട് യതീഷ് ചന്ദ്ര IPSന്. കർശന നിലപാടുകളാണ് പോലീസിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകത. 2018 ശബരിമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ച അന്നത്തെ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് ഗതാഗതക്കുരുക്കിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച യതീഷ് ചന്ദ്ര IPS അന്നേ സാമൂഹ്യ മാധ്യമങ്ങളിൽ താരമായി. കർശന നിലപാടുകൾക്ക് ഇങ്ങനെ ഉദാഹരണങ്ങൾ നിരവധി. കർണാടകയിലെ ഡാബൻഗാരെയാണ് യതീഷ് ചന്ദ്രയുടെ സ്വദേശം. 2011 IPS ബാച്ചിലെ ഉദ്യോഗസ്ഥൻ. കണ്ണൂർ ASP ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് കോഴിക്കോട് റൂറൽ SP ആയി. തുടർന്ന് വിവിധയിടങ്ങളിൽ പോലീസ് മേധാവിയായി. പഠനകാലത്ത് എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു താൽപര്യം. സിവിൽ സർവീസിലേക്ക് വഴിതിരിഞ്ഞത് ഒരു സുഹൃത്തിന്റെ പ്രേരണയിൽ. കോവിഡ് ലോക്ഡൌൺ കാലത്ത് നിയന്ത്രണങ്ങൾ തെറ്റിച്ചവരെ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന യതീഷ് ചന്ദ്ര ഏത്തമിടിച്ചത് വൻ വിവാദമായിരുന്നു. അങ്ങനെ വിവാദങ്ങളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കർണാടകയിലെ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് 2021 പലവിധ ചുമതലകൾക്ക് ശേഷം കണ്ണൂർ റേഞ്ച് DIG ആയ യതീഷ് ചന്ദ്ര ഇക്കഴിഞ്ഞയാഴ്ച കൊട്ടിയൂർ ഉത്സവത്തിലടക്കമെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിച്ചിരുന്നു. പുതിയ സർക്കാർ പോലീസ് തലപ്പത്ത് നടത്തിയ ചുമതല മാറ്റങ്ങളുടെ ഭാഗമായി എറണാകുളം റേഞ്ചിലേക്ക് ട്രാൻസ്ഫറായി പോവുകയാണ് യതീഷ് ചന്ദ്ര IPS. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന് യാത്രയപ്പം നടന്നു. ഏജന്റ് ന്യൂസ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.